അത് തൃശ്ശൂരിൽ നിന്നാണ്. തൃശ്ശൂരിൽ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായിട്ട് ഒളരിക്കരയിൽ NDA കിറ്റ് വിതരണം നടത്തിയെന്നാണ് പരാതി. BJP നേതാവ് രാധാകൃഷ്ണന്റെ നേതൃത്വത്തിലാണ് സൂപ്പർ മാർക്കറ്റിൽ കിറ്റ് വിതരണം നടത്തിയത്. 48-ലധികം ആളുകൾ ഈ സൗജന്യ കിറ്റുകൾ കൈപ്പറ്റി. തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തിയിട്ടുണ്ട്. അവിടെ നിന്നുള്ള പ്രതികരണങ്ങൾ ലഭ്യമാണ്. ആ പ്രതികരണങ്ങളിലേക്ക് ഓട്ടോറിക്ഷയിൽ കൊണ്ടുവന്നിട്ട് പെണ്ണുങ്ങളെ കൊണ്ട് പോയി മേടിക്കുന്നു. എന്ത് പറഞ്ഞിട്ട് കിറ്റ് കൊടുക്കണ്ടി BJP കിറ്റ് കൊടുക്കണമെന്ന് പറഞ്ഞിട്ടില്ല. ലെവിൻ കെ വിജയൻ വിവരങ്ങളുമായിട്ടുണ്ട്. ലെവിനെ, ദൃശ്യങ്ങൾ സഹിതം ഉണ്ട്, പ്രതികരണങ്ങളൊക്കെ ഉണ്ട്. ഇതിപ്പം എന്ത് സംഭവിച്ചു എന്നാണ് മനസ്സിലാകുന്നത്? തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉദ്യോഗസ്ഥർ അവിടെ എത്തിയെങ്കിൽ എന്തെങ്കിലും നടപടി സ്വീകരിച്ചിട്ടുണ്ടോ? വിശദീകരണം ചോദിച്ചിട്ടുണ്ടോ? BJP നേതാക്കളുടെ ഭാഗത്ത് നിന്ന് ഇതിനുള്ള മറുപടികൾ വരുന്നുണ്ടോ? എന്താണ് നിലവിലെ സാഹചര്യം? ഇത് വൈകിട്ട് 4 മണിയോടുകൂടിയാണ് സംഭവം. തൃശ്ശൂർ ഒളരിക്കലയിലെ കാർത്തിക സൂപ്പർ മാർക്കറ്റ്, ബേക്കറി എന്നീ സ്ഥാപനങ്ങളിലാണ്, ഈ സ്ഥാപനങ്ങളുടെ പിറകിലെ ഗോഡൌണിൽ ാണ് ഇത്തരത്തിൽ കിറ്റ് വിതരണം നടന്നു എന്നുള്ള നിലയിൽ LDF പ്രവർത്തകർ ആരോപിക്കുന്നത്. ഈ സംഭവം 48-ലധികം ആളുകൾ അവിടെ എത്തി. തൊട്ടടുത്ത ഈ ഒളരിക്കരയ്ക്ക് തൊട്ടടുത്ത ശിവരാമപുരം നഗർ എന്ന് പറയുന്ന ഉന്നതിയിലെ സാധാരണക്കാരായ മനുഷ്യർ ചിലർ BJP പ്രവർത്തകർ കിറ്റ് വിതരണം ചെയ്യാൻ ഏൽപ്പിച്ചിട്ടുണ്ട് ഈ ബേക്കറിയിൽ നിന്ന് പറയുന്നു. അവിടെ നിന്നും 48-ലധികം ആളുകൾ കിറ്റ് വാങ്ങി പോകുന്നു. ഈ സംഭവം അറിഞ്ഞാണ് LDF പ്രവർത്തകർ അവിടെ എത്തുന്നതും ഈ കിറ്റുകൾ ഇത്തരത്തിൽ വിതരണം ചെയ്യാൻ എന്നുള്ള നിലയിൽ പാക്കറ്റുകളാക്കിയ നിലയിൽ കണ്ടെത്തുന്നതുമെല്ലാം. ഇതേ തുടർന്ന് ഈ സ്ഥാപനത്തിന്റെ ഉടമസ്ഥനോട് LDF പ്രവർത്തകർ VS സുനിൽകുമാർ അടക്കമുള്ള നേതാക്കൾ ചോദ്യം ചെയ്തപ്പോൾ ഇത് BJPയുടെ കിറ്റല്ല എന്നുള്ള നിലയിലാണ് അവർ സംസാരിച്ചത്. പിന്നീട് ഈ കിറ്റ് കൈപ്പറ്റിയ ആളുകളുമായും LDF പ്രവർത്തകർ സംസാരിച്ചു. അതിന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. അവർ പറഞ്ഞത് BJP നേതാക്കൾ അറിയിച്ചതിനെ തുടർന്നാണ് അവിടെ എത്തി കിറ്റ് വാങ്ങിയതെന്നാണ്. തൃശ്ശൂർ കോർപ്പറേഷനിലെ മുൻ BJP കൗൺസിലറായ രാധാകൃഷ്ണന്റെ നേതൃത്വത്തിലാണ് ഇത്തരത്തിൽ ആളുകൾ എത്തിയത് എന്നുള്ളതാണ് അവർ പറഞ്ഞത്. അതിനെ തുടർന്ന് LDF പ്രവർത്തകർ അവിടെ ചെല്ലുകയും കാര്യങ്ങൾ വിശദീകരിക്കുകയും ചോദിക്കുകയും ചെയ്തതോടുകൂടിയാണ് ഈ സംഭവം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ശ്രദ്ധയിൽപ്പെടുന്നത്. തൊട്ടു പിന്നാലെ തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തുകയും പോലീസ് സ്ഥലത്തെത്തുകയും ഈ കട സീൽ ചെയ്യുകയും സാമ്പിളുകളടക്കം കിറ്റുകൾ ശേഖരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും BJP നേതാക്കൾ അല്ലെങ്കിൽ BJP വൃത്തങ്ങൾ ഇത് സംബന്ധിച്ച് നിഷേധിക്കുകയാണ് ചെയ്തത്. തങ്ങൾക്ക് ഇതുമായി ബന്ധമില്ല എന്നുള്ളതാണ് ഇവർ പറയുന്ന കാര്യം. ഏതായാലും ഈ സംഭവത്തെ തുടർന്ന് LDFന്റെ നേതൃത്വത്തിൽ അവിടെ പ്രതിഷേധം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ വിഷയത്തിൽ BJP നേതാക്കൾ കാര്യമായ പ്രതികരണങ്ങൾ ഇതുവരെ നടത്തിയിട്ടില്ല. ഇത് നിഷേധിക്കുന്നതിനപ്പുറത്ത് സേതു. ഓക്കെ ലെവിൻ, ശരി. ഇനി